ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും നിങ്ങളുടെ സജീവ സാന്നിധ്യം ഇവിടെ എല്ലാ കാര്യങ്ങളിലും ആവശ്യമാണ്. വാക്കിലും പ്രവർത്തനത്തിലും എല്ലാ ക്ലാസുകളിലും നിങ്ങളുടെ സജീവമായ സാന്നിധ്യമാണ് ഈ കോൺഫറൻസിനെ ധന്യമാകുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ധാരാളം ഈ കോൺഫറൻസിലേക്ക് സംഭാവന ചെയ്യുവാനുണ്ട്. ദൈവത്തെ മുറുകെ പിടിക്കുവാനും ദൈവത്തെ മുഖാമുഖം കാണുവാനും അതിലൂടെ അതിജീവനത്തിന്റെ മാർഗങ്ങൾ കഴിയുവാനും ഈ അതിജീവനം നമുക്ക് മറ്റുള്ളവർക്കുമായി പങ്കുവയ്ക്കുവാനും ദൈവസന്നിധിയിൽ സാധ്യമാകട്ടെ. അനുഗ്രഹകരമായി ഈ കോൺഫറൻസിലെ ദിനങ്ങൾ കഴിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒപ്പം ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട തീം പ്രസന്റേഷൻ നടത്തുന്നത് ഞങ്ങളുടെ വന്യഗുരുവായ ഡോക്ടർ ജേക്കബ് കുര്യനച്ഛനാണ്. വന്യാച്ചൻ പഴയ സെമിനാരി മുൻ പ്രിൻസിപ്പാൾ, വാഗ്മി, തത്വചിന്തകൻ, ഗ്രന്ഥകാരൻ. വന്യാച്ചന്റെ അനുഗ്രഹകരമായ സാന്നിധ്യം സന്തോഷപൂർവ്വം ഓർക്കുന്നു. അച്ഛാ, പ്ലീസ് സ്റ്റേജിലേക്ക് അച്ഛൻ്റെ നമ്മുടെ ടീം പ്രസന്റ് ചെയ്യുന്നത് വന്യ അച്ഛനാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ടാലന്റാണ് അച്ഛൻ്റെ സാന്നിധ്യം, അച്ഛൻ്റെ വാക്കുകൾ നമ്മെ ഈ ടീമിലേക്ക് അനുഗ്രഹകരമായി നയിക്കും. അച്ഛനെ വളരെ സന്തോഷപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. സത്യമേന തമസ്സോമേന വൃത്തിയോമ അമൃതമേന. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, മാർഗ്ഗത്തിൽ നിന്ന് അശ്വരയിലേക്ക്. ആനുവൽ കോൺഫറൻസിന് ദീപം കൊടുത്തിൽ കണ്ടുകൊണ്ടിരിക്കുവാൻ അഭിനന്ദ ഗുരുവിനെയും അഭിനന്ദ ക്രിസ്തുമസിനെയും മറ്റു വിശിഷ്ടാതിഥികളെയും സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇസ്രായേൽ ജീവിതത്തിൽ ഒരു ക്രൈസിസ് ഉണ്ട്. മല്ലനായ കൊല്ലാത്ത ധരിച്ചു വിരിച്ച് വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ ആക്ഷേപപ്പെടുകയും കടന്നു വരുന്ന വികസനത്തിന് കടന്ന് പ്രചാരം നടത്തുകയും വളരെ ഹാസ്യമായിട്ടുള്ള ഭാവത്തിൽ നിമിഷങ്ങൾ വേർതിരിക്കുകയും ചെയ്തു.
ഈ വെല്ലുവിളി ഉയർന്ന അവസരത്തിൽ തന്നെ ഇസ്രയേലുകാരുടെ പാളയത്തിൽ മുഴുവൻ അന്തരമായി ഉറക്കമില്ലായ്മ എങ്ങനെയായിരുന്നു പേശിയെടുത്തതിനെ കുറിച്ച് ഉപദേശിക്കുക ഊഴം കിട്ടിയ ഈശ്വരപാലൻ പ്രത്യേക വേഷം ധരിക്കാനായി ശ്രമിച്ചപ്പോൾ അതൊക്കെ നടക്കാറുന്നില്ല. അത് വേണമെന്ന് വെച്ചു തനിക്ക് പരിചയമുള്ള ഒരു പണിയും ശ്രദ്ധ വയ്ക്കാൻ സാധിച്ചു. വന്നപ്പോഴേക്ക് ഏതാനും തമിഴുകൾ യഹോവയെ അറിയാമായിരുന്ന ഇവരാണ്, നന്നായി അറിയാമായിരുന്ന ഇവരാണ്. ആ യഹോവയാൽ തനിക്ക് സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തിൽ പൂർണ്ണ ശരണത്തിലാണ്. മലനായ ഗോലിയാത്തിന്റെ നെറ്റിയെ ലക്ഷ്യമാക്കി കല്ലെറിഞ്ഞു അവൻ തരിപ്പണമായ തകർക്കുകയാണ്. ദൈവത്താൽ സാധിക്കുന്നതിനെ കുറിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ ഈ സ്റ്റേജിൽ വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞു. വിശുദ്ധ വേദവസ്തുവിന്റെയും അനുകാലിക സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിന് എത്രമാത്രം സാങ്കേതികമുണ്ടോ എന്ന് വളരെ മനോഹരമായി വരച്ചു കഴിഞ്ഞു. ഇത്ര ദീർഘമായി പറയേണ്ട ആവശ്യം ഈ സ്റ്റേജിൽ പ്രത്യക്ഷമായ പരിശുദ്ധ അറിയാം. കുഞ്ഞിനെ കൈ കിട്ടുന്നതിന് മുമ്പ് കൈ കിട്ടുമെന്ന് പറഞ്ഞ ശബ്ദം കേട്ട് ചാർച്ചക്കാരുടെ അടുത്തേക്ക് ഓടിച്ച് അവരെ കാണുന്ന തനിക്കിട്ടിയ സന്തോഷം പങ്കിടുവാൻ ഒത്തിരി ഒന്നും സ്പേസസ് ഇല്ല. വളരെ എക്സൈറ്റ്മെന്റോടുകൂടി വളരെ തത്രപ്പെട്ടോടെ ആ പച്ചക്കറി നമ്മൾ കളക്കുന്നത് കഴിഞ്ഞ നിമിഷങ്ങളിൽ മരായ തന്നെ ഗംഭീരമാണ്. ആ സമയത്ത് പൂർണ്ണമായിട്ട് ആ കനിക വളരെ ആവശ്യത്തോടെ പറഞ്ഞത് നമ്മുടെ ആരാധനയിൽ ആവർത്തിച്ചു പറയണം. അറിയാവുന്ന നന്നായി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടുന്ന ആ ഗീതം ലോകപ്രസിദ്ധി ആർജിച്ചത് അവിടെ അടിമാലിയുടെ കഥകളാണ്. താങ്കൾ പിടിച്ചുകുട്ടിയാണെങ്കിലും പ്രപഞ്ചത്തെ ആരാധന പുതിയത് സൃഷ്ടിക്കുവാനും മാറ്റങ്ങൾ വരുത്തുവാനും ഇതുവരെ കാത്തിരുന്നത് കൈപ്പറ്റുവാനും കണ്ണിനുള്ള ദൈവത്തെ കണ്ടെത്തുവാനും കലടാവിൽ പുതിയ ഒരു ചരിത്രം സൃഷ്ടിക്കുവാനും സാധിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ ശബ്ദത്തിൽ നിന്ന് ഏറ്റുവാങ്ങി അതിനുള്ള ക്രിയാത്മകമായി പ്രതികരിച്ച് ഒരു കന്യകയെ നാം കാണണം. ആധികാരികമായിട്ട് ഈ വിഷയം അവതരിപ്പിക്കുവാൻ ബഹുമാനപ്പെട്ട ജയിക്കുകയാണ്. സമയത്തിനുള്ളിൽ പരിപാടികൾ കൃത്യമായി പോകുന്നത് ഉചിതമാണ്. വിദ്യാഭ്യാസ ഈ വിഷയം ഈ 108ാമത്തെ വർഷം എടുക്കുമ്പോൾ 107 വർഷം മുമ്പ് തിരിഞ്ഞു നോക്കുന്ന ഒരു അവസരമാണ്. അവിടെ ഈ കന്യാകുമാരിയും ഈ മലനായ കൊല്ലിയാട്ടിനെ കലർന്ന ദാവീദും അവൻ പാടിയ പാട്ടും ഒക്കെ ഇതുപോലൊരു അന്തരീക്ഷത്തിൽ കടക്കുന്നതിന് മുമ്പ് നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ മൈലുകൾ കവർന്നത് ഇങ്ങനൊരു ശബ്ദവും ഇങ്ങനൊരു അനുഭവം ഞങ്ങൾക്കുണ്ടാകാം എന്ന സ്വപ്നം കണ്ടിട്ട് അത് യാഥാർത്ഥ്യമാക്കാൻ പ്രാർത്ഥനയോടുകൂടി ദൈവസ്ഥലത്തിൽ വേർതിരിക്കുകയും ആ പ്രാർത്ഥനയോടുകൂടി ആത്മാരെ സമീപിക്കുകയും അവിടെ ആശീർവാദത്തോടുകൂടി ഈ ചെറുപ്പക്കാരുടെ സംഘത്തിൽ ആരംഭിക്കുകയും ചെയ്ത പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ അവസാനത്തെ കണിയാണ് നമ്മളുടെ ഈ പോലെ ഒരു വിശ്വാസം. ഈ ചരിത്രത്തിന്റെ ഒരു ഭാഗമാണ്. നാളെ തന്നെ മനോഹാരിത ആരെ എങ്ങനെ കാണണം എന്നുള്ളത് പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കുവാൻ ഒരു സമർപ്പണത്തിന്റെ അവസരമായി. ഈ 108 വർഷത്തെ ചരിത്രം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിൽ പോയി കിടന്നു പോരാനൊക്കെ ആരൊക്കെ ഇവരുടെ ശബ്ദത്തിന് അവരുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തു.
ആരാധന പ്രപഞ്ചം ഉണ്ടാകാറുള്ളതാണ്. പക്ഷെ ആരാധന ശരിയായിട്ടുള്ള ആരാധനയിൽ കടന്നു വരുന്ന മുഖത്ത് വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ ആരെങ്കിലും താല്പര്യത്തോടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ചരിത്രത്തിന്റെ ഭാഗമായ വളരെ ആവേശം കൊള്ളുന്ന അനുഭവങ്ങളുടെ നിറവാകും സാക്ഷ്യത്തിന്റെ ഒരു കുമ്പാരമാണ് വേർതിരിക്കപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലായത്. ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ അതിന്റെ പല പഠനങ്ങൾ നടന്നവർ അതിനകത്ത് വിവിധ മേഖലകളിൽ സാക്ഷികളാകുവാനും ഇടയായവർ, അതിന്റെ ആവശ്യങ്ങളാകുവാനും ഇടയായവർ, വ്യത്യസ്തങ്ങളായിട്ടുള്ള വേദികളും വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങളും ജീവിത അനുഭവങ്ങളുടെ മേഖലകളുമൊക്കെ ഒരു കൈപ്പോടുകൂടി പറയുന്ന ആവേശകരമായിട്ടുള്ള ഒരു വാക്യമാണ് ഈ വർഷത്തെ നമ്മുടെ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. നമുക്കൊരു നല്ല വിഷയമാണ് എന്നൊന്ന് അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. അതിനേക്കാൾ അപ്പുറമായി ഒരു താല്പര്യം ഇതുകൊണ്ട് സ്നേഹപൂർവ്വം അറിയിക്കുവാൻ ആഗ്രഹിക്കുക. മാറ്റങ്ങളുടെ യഥാർത്ഥമാണ് വിദ്യാർത്ഥികളൊക്കെ ഇരുട്ടിലേക്ക് വലിച്ചഴിക്കുന്ന ധാരാളം ഘടകങ്ങളാണ്. അത് വളരെയേക്കാൾ ശക്തമാണ്. എന്നാൽ അതിനേക്കാൾ ശക്തമായിട്ട് അവയെ പകർത്തുന്ന കല്ലടാവിലെ ഗാനം മനുഷ്യത്വങ്ങളിൽ നിറവായിട്ട് നിലനിർത്തുവാണ്. ദൈവഭക്തിയിൽ ആന്തരികമാണ്. ഈ ക്രിസ്മസ് കാലം വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് എത്രമാത്രം തിരക്കിലാണ് ദിവസം വളരെയധികം അധ്വാനിച്ചാണ് പരിപാടികൾ ആരാധനയുടെ മുഹൂർത്തങ്ങളൊക്കെ പൂർത്തീകരിച്ച് വളരെ കഷ്ടപ്പെട്ട് ഉപയോഗിക്കുവാനായി ഈ 2-3 ദിവസം നമ്മൾ ഒരുമിച്ച് കൊടുക്കുമ്പോൾ ഈ സ്റ്റേജിൽ കണ്ട രംഗങ്ങൾ തിരുവനന്തപുരത്തിൽ നാം മനസ്സിലാക്കുന്നതും നമ്മൾ ഗാനമായിട്ട് ആരംഭിക്കുന്നതും പ്രധാന വിഷയമായിട്ട് ചിന്തിക്കുന്നതും ഒക്കെ ഒരുമിച്ച് പ്രവർത്തനം ചെയ്യും. വ്യക്തമായ ദിശാബോധത്തോടുകൂടി നമ്മൾ മാത്രം രക്ഷയും ഭാവിയും ലക്ഷ്യമാക്കേണ്ടത് ഒരു വലിയ സമൂഹത്തിന് അനുഗ്രഹമാണ് പലതും നേരിടുവാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് നടന്നെടുക്കാൻ സാധിക്കുന്നു. ബഹുമാനോട് അച്ഛൻ പറയുന്നത് 10-15 വർഷം മുമ്പാണ് കോൺഫറൻസാണ്. അത് ഗ്രാമസഭ എന്റെ ജീവിതത്തിൽ ആദ്യമായി പങ്കെടുക്കുന്ന കോൺഫറൻസ്. ആ കോൺഫറൻസ് എവിടെ നിന്ന് അതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ മുഴുവൻ അന്ന് MD ഹോസ്റ്റൽ എന്നറിയപ്പെടുന്ന വിജയോത്സവം കേന്ദ്ര ഓഫീസിന്റെ പരിസ്ഥിതിക്ക് നടന്നു. അന്നത്തെ പരിശുദ്ധ ഔദ്യോഗിക ബാബാന്റെ മനസ്സുകൊണ്ട് അവിടെ വന്ന ഒരു ഘടനസമിച്ചതിന് കഴിയും. അത് മനോഹരമായിട്ടുള്ള ഒരു സ്റ്റുഡൻറ് സെന്ററായിട്ട് പറഞ്ഞു. എന്നാൽ കുട്ടികൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റലൊന്നുമല്ല. ദർശനം കണ്ടത് കേരളത്തിലെ ഒരു ക്രൈസിസ് മനസ്സിലാക്കണം. വളരെ പ്രസിദ്ധമായിട്ടുള്ള UC കോളേജിന്റെയും CMS കോളേജിലെയൊക്കെ ഹോസ്റ്റലുകൾ അടച്ചുപൂട്ടുന്ന ഒരവസരത്തിൽ നമുക്കെന്തേ ഈ മേഖലയിൽ ശ്രദ്ധിച്ചാൽ കുഴപ്പം ശ്രദ്ധിക്കേണ്ട ആവശ്യമല്ലേ എന്നൊരു വെല്ലുവിളി കൃത്യമായി വ്യക്തമായി ഏറ്റെടുത്ത് ആ രംഗത്ത് സൃഷ്ടിപരമായി പരമായിട്ടാണ് നമ്മൾ അനുഗ്രഹമായി ശുശ്രൂഷപ്പെടുത്തുന്നത്. ദൈവത്തെ സമീപിക്കുന്നത് ആയിരക്കായ വെല്ലുവിളികൾ കാണുന്നവർ അത് ഒരുമിച്ച് ഒട്ടിച്ച് ചേർക്കുമ്പോഴാണ് പ്രപഞ്ചത്തിൽ യുവജനമുള്ള പല സ്ഥാപനങ്ങളും വ്യക്തികളും മാറ്റങ്ങളും അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഉയർന്നത്. ഇപ്പോൾ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് മലങ്കര സഭയുടെ വിഖ്യാത പരിശുദ്ധമായിട്ടുള്ള പരിശുദ്ധ ദിവനാശത്തിന്റെ പേരിലാണ് ബഹുമാനപ്പെട്ട സെക്രട്ടറി അനൗൺസ് ചെയ്തത്. പ്രസ്ഥാനം സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ആദ്യ പ്രഖ്യാപിത പരിശുദ്ധനായ പരമത്തിൽ വേണമെന്നത് ഇവരുടെ ചില മുഹൂർത്തങ്ങളെ ഖണ്ഡനത്തെ
നിങ്ങൾ ഞാൻ ഇന്ന് കൈകാര്യം ചെയ്യുന്ന വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന സഹോദരി സഭകൾ നമ്മുടെ ചുറ്റുപാടാണ്. ഇവിടെ അതേ ആളുകൾ വളരെ ധാരണയോട് പരിമിതി പോയിക്കൂടെ നിന്ന് അനുഗ്രഹം പ്രാപിച്ചാണ്. വേദികളിൽ വെല്ലുവിളികൾ ഉയർത്തുന്നവർ പലരും ചെന്ന വിനീതരായി രൂപാന്തരപ്പെടുന്നു. നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിശ്വാസം പ്രസക്തമാണ്. ഇരുട്ടിലും വെളിച്ചത്തിലും കൈമാറുന്ന ഒരു പ്രത്യേക ശൈലി വിശേഷം പരിമിതി നാം കാണാം. ഓർത്തഡോക്സുകാരുടെ വരുന്നു. നമ്മുടെ ചുറ്റുപാടും ഓർത്തഡോക്സുകാർക്ക് പിടിച്ചു നിർത്താൻ ഒരു സാഹചര്യമാണ്. ഭയപ്പെടുന്ന ഒരു ചുറ്റുപാടില്ല നമ്മൾ പരിഗണിക്കുന്നത്. പക്ഷെ പൗരവും രാവിലും എന്താണ് വിശ്വാസം, എന്താണ് അനുഭവം, എന്താണ് നിർവചനത്തിന് ലഹരി, എന്താണ് ആരാധനയുടെ സാഹചര്യം, എന്താണ് കുമ്പിടുന്നതിന്റെ പ്രസക്തി, ഒരു ജീവിതം കൊണ്ട് വേർതിരിച്ചപ്പോൾ ദൈവത്താൽ എല്ലാം സാധിക്കും എന്ന അടിവരയിട്ട് നമ്മുടെ ഹൃദയം പതിപ്പിക്കുകയാണ്. അനാചാര്യ മാസ്റ്റർക്ക് ഒരു സന്ദേശമാണ് മാറുന്നത്. ആ പരിശുദ്ധ പിതാവിന്റെ നാമത്തിലുള്ള ഒരു പ്രസ്ഥാനമാണ് അതിന്റെ ഒരു ഭാഗമാണ്. ചുമക്കുവാൻ വഹിക്കാൻ സാധിക്കുന്ന അപ്പുറമാണ് ഭാരതമായിട്ടുള്ള അവസരത്തിൽ മലയാളത്തിൽ അകത്തും പിള്ളേരും പ്രശ്നങ്ങളും വെല്ലുവിളികളും സ്ഥാനമാനങ്ങൾ നീക്കി നിസ്സാരമാക്കുന്ന ഒരു വലിയ പ്രക്രിയയും ഒക്കെ വെല്ലുവിളിയായിട്ട് തീർന്നപ്പോൾ രാത്രിയുടെ ആളുകൾ കണ്ണീരൊഴുക്കി ഒരു കടാവത്തിന് മുമ്പിൽ പ്രാർത്ഥനകൾ നേരിടുന്ന ഒരു മനുഷ്യനെ തട്ടാനും കടന്നു വന്നവൻ വഴി മാറി ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി. ഈ നമ്മുടെ തീം വളരെ വ്യക്തമായിട്ട് നേരിടൽ തെളിച്ചമായി വെള്ളി നക്ഷത്രമായിട്ട് ഉയർന്നു. ദേവസ്ഥാനം വിഷയമെടുത്തിരിക്കുന്നത് ഒരു തമാശയായി. നിങ്ങൾക്കും എനിക്കും മനനം ചെയ്യണം, മാറ്റങ്ങൾ അനുഭവിക്കാൻ, സാധ്യതകളുടെ വാതായനം തുറക്കാൻ, ദൈവകൃപയുടെ ആനന്ദം അനുഭവിക്കാൻ, ദൈവത്തിൽ നിന്നുള്ള ശബ്ദങ്ങൾക്കുള്ള പ്രസക്തി ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ ഒഴിച്ചു കൂടുമ്പോൾ അതിന്റെ ആഴം പയർക്കുമെന്നാണെന്ന് അനുഭവിച്ചിട്ട് ക്യാമ്പസിൽ പോകാൻ പരിപാടിമേനെ നമ്മളെ കണ്ടിട്ടില്ല. പഠിച്ചതിന്മേനെ ഈ കുടുംബത്തോടെ ആരും കണ്ടുണ്ടെന്ന് എനിക്ക് പ്രായമാതിരി കാണില്ല. എന്നാൽ ഈ സ്ഥാപനം ആരുടെ പേരിലാണ് ആ പരിശുദ്ധനായ സ്ഥിതിയൻ പ്രവർത്തനം നടക്കുന്നത്. ഞാൻ ഇക്കടുത്ത് നടക്കുന്ന അവസരത്തിൽ ഞാൻ വന്നത് അദ്ദേഹത്തിന്റെ സ്ഥിരമായ വ്യക്തിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ നാട്ടിലെ കോളേജിൽ വെച്ച് ഈ വിഷയം പഠിക്കുമ്പോൾ അദ്ദേഹത്തെയും ഈ വിഷയത്തെയും അടുത്തറിയാനുള്ള ഒരു അവസരമായിട്ട് ഈ ക്രിസ്മസ് പുനരുത്സവ നാളുകൾ നമുക്ക് പറഞ്ഞിരിക്കാനാണ് സാധിക്കും. നമ്മൾക്ക് വിശുദ്ധ വേദപുസ്തകം വായിക്കാറുണ്ട്, ആരാധനയിൽ പങ്കെടുക്കാറുണ്ട്, സുദീർഘമായിട്ടുള്ള ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ സജീവമായിട്ട് ബന്ധപ്പെടാം. ഇവരൊക്കെ വായിച്ചതുപോലെ ഇവരൊക്കെ അനുഭവിച്ചതുപോലെ പ്രത്യേകിച്ച് വെല്ലുവിളികൾ വരുമ്പോൾ തളർന്നു പോകാൻ അത് തമ്പുരാന്റെ അടുത്ത് തങ്ങളെ സ്ഥാപിക്കാനുള്ള അവസരമാണ്. തമ്പുരാന്റെ പ്രത്യേകമായിട്ടുള്ള ശബ്ദം ഏറ്റുവാങ്ങാനുള്ള ഒരു സന്ദർഭമാണ്. അത് മനനം ചെയ്തത് അതിന്റെ മുത്തുമണികൾ പ്രപഞ്ചത്തിൽ വിളമ്പുവാനുള്ള ആഹ്വാനവും അവസരവുമാണ്. അത് വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുള്ള ഉന്നതരുടെ കാര്യങ്ങൾ നമുക്ക് ആവശ്യപ്പെടുമ്പോൾ അവിടെ മധ്യസ്ഥലഭ്യന്തരം അവിടെ നമുക്ക് ഈ കോളം വന്നിരിക്കുമ്പോൾ അവരുടെ താല്പര്യത്തോടുകൂടി ഈ കോൺഫറൻസിൽ സജീവമായിട്ട് ബന്ധപ്പെടുമ്പോൾ എന്റെ ജീവിതത്തിൽ എന്നോട് പറയണം, എന്റെ ചെറുപ്പക്കാരായ ഞങ്ങളുടെ ഹൃദയത്തിൽ എന്തോ താല്പര്യപൂർവ്വം ഈ കോൺഫറൻസിൽ എത്തിക്കുവാനുള്ള എങ്ങനെ അത് മനനം ചെയ്ത് ഞങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടതാണ് വേർതിരിക്കാൻ സാധിക്കും. ഈ ഭാഗ്യകരയുടെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിൽ ബന്ധപ്പെട്ടപ്പോൾ എന്റെ ഒരു സ്വപ്നമായിരുന്നു
ഈ ഹോസ്റ്റലിന് അപ്പുറമാണ് ഒരു സഭയുണ്ടാകാം. ഗ്രിഗോറിയൻ പണിജി എന്ന് പറയുന്ന വിഭാവനം ചെയ്ത് സ്വപ്നരൂപത്തിൽ ഇവിടെ നിൽക്കുന്ന ആ പ്രസ്ഥാനം മനസ്സിൽ പോയിട്ട് പൂജിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. എന്നാൽ താല്പര്യപൂർവ്വമായ ഘടകങ്ങളുടെ സ്വപ്ന അംശങ്ങൾ അതിന്റെ ഇടകൾ തുറന്നു നോക്കാനിടയാണ്. അത് സാധ്യതമാകുന്ന ഒരു കാലഘട്ടത്തിൽ മലങ്കര സഭയുടെ വളരുന്ന തലമുറയ്ക്ക് വളരെ വളരെ പ്രയോജനമുള്ള ഒരു സ്ഥലമായിട്ട് അത് ആവിഷ്കരിച്ചിട്ടുണ്ടാകും. അതുപോലെ നമുക്ക് കുറച്ചെങ്കിലും സന്യാസി സമൂഹമാണ് കുറച്ചുകൂടെ വേരുള്ളതാക്കിയ, ബലമുള്ളതാക്കിയ, ദർശനമുള്ളതാക്കിയ, ശക്തി ആർജിക്കുന്ന നല്ല സാക്ഷ്യമുള്ളതായിട്ട് നിലനിർത്താനാണ് സാധിക്കുന്നത്. മലങ്കര സഭയ്ക്ക് വലിയ മാറ്റം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല ആശയങ്ങളും പല കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത നാളെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈജിപ്തും എത്യോപ്യയും മലങ്കര സഭയുടെ സഹോദരി സഭകളാണ്. അവിടെ 2 ഓർത്തഡോക്സ് സഭകൾ. ആ 2 സഭകളിൽ പോയ പ്രധാനപ്പെട്ട ഏതാനും സന്യാസി കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും കുറെ സമയം അവിടെ ചെലവഴിക്കുകയും അവരുടെ അകത്തളത്തിലുള്ള താളങ്ങൾ എന്തെന്ന് ചെറുതായിട്ടെങ്കിലും ഒപ്പിയെടുക്കാനായിട്ട് ശ്രമിക്കുകയും ശ്രമിച്ചാണ്. ജാനുവരി 10 മുതൽ 27 വരെ 10-12 ദിവസം യാത്ര ഉൾപ്പെടെ ഈ 2 സ്ഥലങ്ങളിലും പഠനാശ്രമങ്ങളും സന്ദർശിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്ന താല്പര്യമെന്ന് കരുതി ഒരു ചെറിയ തുക അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ആഗ്രഹം ആത്മാർത്ഥമാണ് സന്യാസത്തെ കുറിച്ച് കൂടുതൽ അറിയണം എന്നാഗ്രഹിക്കുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഈ കോൺഫറൻസിന്റെ ദിവസങ്ങളിൽ എന്നെ വ്യക്തിപരമായിട്ട് കാണുന്ന സന്തോഷകരമായ സാധ്യതകൾ നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിക്കും. എന്നാൽ വിദ്യാർത്ഥികൾക്കും പ്രായമാർക്കും ഒരുപോലെ വേർതിരിക്കാൻ സാധിക്കുന്നതിനുള്ള കാര്യങ്ങൾ ഞാൻ വളരെ വ്യക്തമായി പറയും. അതിന്റെ പ്രധാനമായി പ്രാർത്ഥിക്കുകയും ഓരോ സഭകളുടെ കൺസെപ്റ്റ് അനുസരിച്ച് മൊണാസ്റ്റിസം നമ്മുടെ നാഗരികം വളർന്നിട്ടില്ല. അവിടെ പോയി അവിടെ അകത്തളത്തിലുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. കാണാനുള്ള അവസരം ഉണ്ടാകാമെന്ന് കൂടുതൽ ശ്രമിക്കുകയാണ്. പല വിധത്തിൽ നിൽക്കണം. പക്ഷേ ഒരു ചെറിയ സമൂഹത്തിന്റെ ക്രിസ്ത്യന്മാരും ഉൾപ്പെടെയുള്ളവർ അവിടെ പോയി കുറേ ദിവസം ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവം ആരെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ ആവർത്തിച്ചാൽ പുതിയ സംഘങ്ങൾക്ക് പോകാൻ സാധിക്കും. നിങ്ങളുടെ അറിയാവുന്ന പോലെ ഇന്നിപ്പോൾ 2 പ്രവർത്തകന്മാർ അവിടെ താമസിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുക. കൂടുതൽ ദുഃഖമായ ഒരു സമയത്തേക്ക് അവിടുത്തെ ആശ്രമ അറിയണമെന്നാണെങ്കിൽ സാധ്യത കാണണം. അവരുടെ ചെറുപ്പക്കാർ അമേരിക്കയിലും ഈജിപ്തിലും ഒക്കെ കഴിയുന്നവർ പല ആവർത്തി ഇന്ത്യയിൽ വന്ന സുവിശേഷപരമായ പ്രവർത്തനങ്ങൾ നടന്നിട്ട് കുറച്ചു മുമ്പ് അതിൽ ഒരാളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു UP-യിലാണ് അദ്ദേഹം ഈ അടുത്ത നാൾ വിവാഹം കഴിച്ചത് ഭാര്യമാർക്ക് വന്നിരിക്കുകയാണ്. കഴിയുമെങ്കിൽ ഒരു വർഷത്തേക്ക് ഇവിടെ ഒരു റിമോട്ട് ഏരിയ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾ സജ്ജമാണെന്ന് കാണാൻ സാധിക്കും. നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ദർശനത്തിൽ നിന്ന് വളരെ ആഴത്തിലുള്ള അനുഭവം നമുക്കറിയാം. ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് കഥകളിൽ തൊട്ടടുത്ത് ബോംബ് പൊട്ടി അനേകം മരിച്ചവരെ രക്തസാക്ഷികളായിട്ട് പരിശുദ്ധ പിതാവ് പ്രഖ്യാപിക്കുകയും കൃത്യമായ പ്രാർത്ഥന നടത്തുകയും ചെയ്തു. വ്യക്തമായ ദർശനത്തോടെ നീങ്ങുന്ന ദർശനം ഇവിടെ കൊച്ചു പൈതൃകളെ വഴിപ്പെട്ട് അതിനടിമയാണ് വികാരജീവികളായിട്ട് അവശേഷിക്കാനല്ല ദൈവം നമ്മൾ വിളിക്കുന്നത്. ഈ വിഷയത്തിൽ സാങ്കത്യമുണ്ട്. ഇവിടെ കേൾക്കുന്ന ശബ്ദങ്ങൾ നമ്മൾ മനനം ചെയ്യും. അനേകത്തെ നമ്മുടെ താഴത്തേക്ക് പോകണം. വിനയപൂർവ്വം അപേക്ഷിക്കും. സീനിയേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അവസരങ്ങളാണ്. മറ്റെല്ലാ അവസരങ്ങളൊക്കെ ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള ചില ആശയങ്ങൾ വർക്ക്ഷോപ്പിലൂടെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമയം വളരെ ദുഃഖമാണ് പറയുന്നത്. എന്നാൽ നിങ്ങളോട് ഈ സമയം ചെലവഴിക്കാൻ ഏറെ ഭാഗ്യമാക്കുകയാണ്. ഇന്നത്തെ ദിവസം 46
വൈദികനായിട്ട് വിളിച്ച് ചേർക്കപ്പെടുന്നത്. എൻ്റെ ഗ്രാമത്തെ പള്ളിയിൽ വെച്ച് പഴക്കുന്ന ഭാവത്തിനെയാണ് സാഹിത്യത്തിൽ 4 വർഷം കഴിഞ്ഞ് പൂർണ്ണസമാസായതും ഇതിലെ ദിവസമാണ്. ഡിസംബർ 21-ാം തീയതി പുരോഹിതനായി ഇപ്പം 41 വർഷം പൂർത്തീകരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയെ എന്നെ ഓർക്കണം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വ്യക്തമായ രൂപവും ഭാവവും കൊടുക്കാൻ നിങ്ങളുടെ ഇവിടുത്തെ ചലനങ്ങൾക്ക് വലിയ പ്രസക്തിയാണ്. വളരെ കുറച്ച് സമയം മാത്രമാണ് ലീഡേഴ്സ് എന്നോട് സംസാരിക്കുക. ഗ്രൂപ്പ് ഡിസ്കഷനിലും വർക്ക്ഷോപ്പിലും മറ്റു മേഖലകളിലും ഒക്കെ നിങ്ങളുടെ സജീവത്വം ഉറപ്പുവരുത്തുകയാണെങ്കിൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കുക, നമ്മൾക്കിടയിൽ ഇടപെടുവാൻ, നമ്മെ അനുഗ്രഹമായിട്ട് ഉപയോഗിക്കുവാൻ സാധ്യത. ബന്ധുക്കളും പലപ്പോഴും സീനിയേഴ്സും ലീഡേഴ്സും യുവജനങ്ങളുടെ തമ്മിലൊരു അവസരം ഇല്ല എന്നുള്ള വിധിയിലാണ് നമ്മൾ പലപ്പോഴും ശ്രമിച്ചത്. ഈ കോൺഫറൻസിന്റെ ആദ്യ ദിവസം കൊച്ചു വാക്കായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ പ്രതീക്ഷയോടെ ഞാൻ കൈമാറുന്ന ഒരു വാക്ക്, ഈ 3 ദിവസം നിങ്ങൾക്ക് വീടുകിടുന്ന പുസ്തകങ്ങളൊക്കെ അനുഗ്രഹമാണ്. ഒരു പ്രത്യേക കാലത്തിൽ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു പുതിയ മാനം കണ്ടെത്താൻ സാധിക്കും. ഇതിനകത്ത് കഴിയുന്ന ഏതാനും നൂറുകൾ താല്പര്യപൂർവ്വം ഈ വിഷയം ഏറ്റുവാങ്ങി അതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുകയും ഇവിടെ സ്റ്റേജിൽ കണ്ടതും നമ്മൾ കണ്ടതുമായിട്ടുള്ള ചില പ്രത്യേക സാഹചര്യങ്ങൾ മാതൃകയായി വരച്ചു കാട്ടി യുവതാരത്തിൽ വലിയ മാറ്റങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന ഈ സമയത്ത് വലിയ വ്യത്യാസങ്ങൾ എന്നെ കുറെ നാളുകളായിട്ട് അസ്വസ്ഥമാകുന്ന ഒരു വിഷയപ്രവർത്തനത്തിന്റെ അവസാനിപ്പിക്കുക. നമുക്ക് ഈ ഭാരതത്തിൽ ആഠ്യത്വമുള്ള ഒരു സ്ഥാനമാണ്. മാത്രമായിട്ട് പൈതൃകം ഏറ്റുവാങ്ങാനായിട്ട് അവകാശമുള്ള ഒരു സമൂഹമാണ്. കത്തോലിക്കന്മാർ പലരുണ്ടെങ്കിലും മാത്രമായിട്ട് മഹാസത്തിൽ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയോടും ആ സ്ഥാനം ആരും ചോദ്യം ചെയ്തിട്ടില്ല. എല്ലാം നമ്മൾ ആശീർവാദത്തിലെ ഏറ്റവും പുരാതനമായ സഭയാണ്. നാനാജാതി അവസരം വളരെ ബഹുമാനപൂർവ്വം അംഗീകരിക്കുന്ന ഒരു ചരിത്രം നമുക്കുണ്ട്. മാർത്തോമാശ്ലീഹ കൈകാര്യം ചെയ്ത കാര്യങ്ങൾ ഏത് കാര്യം നമ്മൾ ദൂരമായിട്ട് എടുത്തിട്ടുണ്ട് എന്നതിനെ പതുക്കെ ചോദിക്കുക, ഉറക്കെ ചിന്തിക്കുക, വിനയപൂർവ്വം ഉപേക്ഷിക്കുക, താല്പര്യപൂർവ്വം സമയമാണ് നമ്മൾ ഇപ്പോൾ പോയ അവിടെത്തിലെത്തുക. ദിശാബോധം നഷ്ടപ്പെട്ട് വഞ്ചിയിലിരുന്നാൽ ഓളങ്ങൾക്കനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കും. ഒരിടത്തെത്തുക എത്താനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അതിനുവേണ്ടിയാണ് തോമസ് സഹായിക്കൊണ്ടായത്. അവകാശം ഏറ്റുവാങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള സംസ്കാരത്തിലേക്ക് നടന്നെടുക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വം. ആ ഭാഗ്യം ഈ വിഷയം കൈകാര്യം ചെയ്ത വഴി, ഇവിടെ 2-3 ദിവസം ചെലവഴിക്കുന്നത് വഴി, ഈ കൂട്ടായ്മ ആചരിക്കുന്ന വഴി, സ്വന്തമാണെന്ന ആരാധനയിൽ പങ്കെടുക്കുന്നത് വഴി അനുഭവ സമരത്തിലേക്ക് നടന്നെടുക്കുവാൻ ഇടയാകട്ടെ എന്നുള്ള ആശംസയോട് പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. മലയാളികളുടെ മഹാവിഷ്ണുവിൽ പുണ്യശ്ലോകനായ സദ്യോസിന്റെ വാത്സല്യ പിൻഗാമിയുമായ നടപടിസ്ഥാനത്തിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആദരവുകളോടെ ആമുഖ പ്രഭാഷണത്തിനായി സ്വാഗതം ചെയ്യുന്നു. വ്യക്തിപരമായ വിഷയം നാളെ തന്നെ ഇരുന്നുകൊള്ളാം. ഒരു പക്ഷേ എന്നെ അവിടെ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അനുഭവവും വേണ്ടി വരുമാനിക്കും എന്നുള്ളതും എനിക്കറിയാം. വളരെ സന്തോഷം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിനന്ദനായ അതിരുവേണ്ടി എൻ്റെ കൂടെ ഗുരുനാഥനായ വന്ദനായ ജേക്കബിയുടെ മനുഷ്യൻ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സർവ്വധനന്യരും എല്ലാ പ്രിയപ്പെട്ടവരുകയും പൂർവകാല പ്രവർത്തന പരിചയവും എൻജോസിസുമായിട്ട്
ജീവിതയാത്രയിൽ ഇങ്ങനെ ഒരു നിയോഗമുണ്ടായി. എൻ്റെ കഴിയുന്ന കഴിവ് പ്രാപ്തിയനുസരിച്ച് എല്ലാ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഈ കോൺഫറൻസിൽ ആദ്യമാണെന്ന് പൂർണ്ണ സമയം ഉണ്ടാക്കുകയില്ലെങ്കിലും കഴിവതും സമയം നിങ്ങളോടുകൂടി ഉണ്ടാകുവാൻ ഞാനും അങ്ങേയറ്റം ശ്രമിക്കാം. 100 പ്രസംഗങ്ങൾ കേൾക്കുന്നതിനേക്കാൾ ശക്തമായ ഒരു സന്ദേശം പ്രഥമ കലാ ആവിഷ്കാരത്തിലൂടെ കുട്ടികൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അഭിനന്ദനായ തിരുമേനി തന്റെ വാക്കുകൾ തുടങ്ങിയത് ദാവീദ് എന്ന് പറയുന്ന ബാലനായ ദൈവ പൈതൽ ഗോലിയാത്തിനെ പോലെയുള്ള മല്ലന്മാരെ വീഴ്ത്തിയ സംഭവം സൂചിപ്പിച്ചുകൊണ്ട് തികച്ചും കാലികവും പ്രസക്തവുമായ ഒരു തീമാണ് ഈ പ്രാവശ്യം തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒരു ആമുഖ സന്ദേശത്തിന് മാത്രമേ ഞാൻ ശ്രമിക്കുന്നുള്ളൂ. അടുത്ത കാലത്ത് യുവതി യുവാക്കളുടെ ഇടയിൽ നടത്തിയ 1-2 പഠനങ്ങളുടെ ചില റിപ്പോർട്ടുകളും ചില മലയാള പ്രസിദ്ധീകരണങ്ങളിൽ കാണുകയുണ്ടായി. ആശാസ്യമല്ലാത്ത പ്രവണതകൾ ഇന്നത്തെ കുട്ടികളിൽ യുവതി യുവാക്കളിൽ വ്യാപകമായി വരുന്നു. പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്നത് നല്ലതല്ല, പക്ഷേ ക്രൈസ്തവ സമൂഹത്തിന് ഭൂഷണമല്ലാത്ത ക്രൈസ്തവ സുവിശേഷത്തിന് നിരക്കാത്ത പ്രവണതകൾ വളർന്നു വരുന്ന തലമുറയിൽ വ്യാപകമാകുന്നു. ഞാൻ ആ റിപ്പോർട്ടിലെ 1-2 വാചകങ്ങൾ അതേപടി വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. മുൻ തലമുറകൾ നേരിട്ടതിനേക്കാൾ സങ്കീർണവും പ്രക്ഷുബ്ധവുമായ കാലഘട്ടത്തിലാണ് ഇന്നത്തെ യുവാക്കളും കുട്ടികളും വളരുന്നത്. അമിതമായ സ്വാതന്ത്ര്യ വാഞ്ചയും പുതിയ ജീവിത സങ്കല്പങ്ങളും ഈ തലമുറയുടെ മനസ്സിനെ രോഗാതുരവും നമ്മുടെ സംസ്കാരത്തെ സങ്കീർണവുമാക്കി തീർത്തിരിക്കുന്നു. ഇന്ന് വളർന്നു വരുന്ന തലമുറയ്ക്ക് പുതിയ ജീവിത വീക്ഷണമാണ്. വെട്ടിപ്പിടിച്ചും കടന്നു കയറിയും മത്സരിച്ചും ആക്രമിച്ചും തോൽപ്പിച്ചും നേടിയെടുക്കേണ്ട ഒരു മഹായുദ്ധമാണ് ജീവിതമെന്ന ഈ കാലഘട്ടത്തിന്റെ നവലിബറലിസത്തിന്റെ സന്ദേശം നമ്മുടെ യുവതലമുറയെ ഭൗതിക താല്പര്യമുള്ള കേവല സുഖജീവികളാക്കി മാറ്റിയിരിക്കുന്നു. ഒരുപറ്റം യുവാക്കളോട് ഈ പഠനം നടത്തിയ ചുമതലപ്പെട്ടവർ നടത്തിയ ഇന്റർവ്യൂവിൽ അവർക്ക് കിട്ടിയ മറുപടി ലളിത ജീവിതം, മൂല്യാധിഷ്ഠിത ജീവിതം, ഈ കാര്യങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പം എന്താണ് എന്നുള്ള ചോദ്യത്തിന് 57% കുട്ടികൾ പറഞ്ഞ മറുപടി ലളിതവും മൂല്യാധിഷ്ഠിതവുമായിട്ടുള്ള ജീവിതം ഈ കാലഘട്ടത്തിന് നേരിടുന്നതല്ല എന്നായിരുന്നു. രണ്ടാമത്, തൻകാര്യം നേടാൻ എന്തും ചെയ്യാമെന്നുള്ള മറുപടി 67% യുവതി യുവാക്കളാണ് ആ കാര്യം മുന്നോട്ട് വെച്ചത്. ഇത് നമ്മൾ ഗൗരവപൂർവ്വം എടുക്കേണ്ട ഒരു സംഗതിയാണ്. ദൈവാംശം അറ്റുപോകുന്ന ഒരു തലമുറയിൽ വ്യാപകമായി വരുന്ന ദുഷ്പ്രവണതകൾ നമ്മുടെ നാട്ടിൽ കുട്ടികളുടെ യുവാക്കളുടെ ഇടയിലുള്ള അക്രമ വാസന 30% വർദ്ധിച്ചു എന്നുള്ള പേപ്പർ റിപ്പോർട്ടുകൾ നിങ്ങൾ വായിച്ചു കാണും. തിന്മയുടെ പക്ഷത്ത് നിൽക്കുന്നതാണ് എളുപ്പവും ലാഭവും സുഖവും എന്നൊക്കെയുള്ള ധാരണ ഇന്നത്തെ തലമുറയിൽ വ്യാപകമായി കഴിഞ്ഞു. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി ഈ കാര്യത്തിൽ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. മനുഷ്യന് 14 ചോദനകൾ ഉണ്ട് എന്നും വളരുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് ചോദന
എന്നാൽ മനുഷ്യന്റെ വിനാശകരമായ 14 ചോദനകളും പരിപോഷിക്കപ്പെടുവാനുള്ള സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് എന്ന്. ഇതിന് പരിഹാരമായി അദ്ദേഹം പല കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതിൽ ആദ്യത്തെ 2 ശക്തമായ ഈശ്വര ചിന്തയും മൂല്യാധിഷ്ഠിതമായ ഒരു ബോധവും ആണ്. ഇത് നമുക്ക് നഷ്ടമാവുകയാണ്. ഭാരതത്തിൽ 2 പുതിയ രോഗങ്ങൾ വളർന്നു വരുന്ന തലമുറയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് സൈബർ അഡിക്ഷൻ എന്ന് പേര് വിളിക്കുന്നു. ഈ കലാവിഷ്കാരത്തിൽ നമ്മളത് കണ്ടത് ഡൽഹിയിൽ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിൽ ഈ സൈബർ അഡിക്ഷന്റെ ചികിത്സയ്ക്ക് വേണ്ടി പുതിയ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചു കഴിഞ്ഞു. അത് ഒരു രോഗമെന്നുള്ള നിലയിൽ ഈ തലമുറയിൽ വ്യാപകമായി വരികയാണ്. രണ്ടാമതൊന്നാണ് പ്രകൃതി ഇല്ല രോഗം, നേച്ചർ ഡെഫിഷ്യൻസി ഡിസോർഡർ. പ്രകൃതിയിൽ നിന്ന് പരമാവധി അകന്ന് ജീവിക്കാനുള്ള ഈ തലമുറയുടെ ശ്രമം, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ വളർന്നു വരുന്ന തലമുറയിൽ വ്യാപകമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഒരു ഗോല്യാത്തല്ല, 1000 ഗോല്യാത്തന്മാർ നമ്മുടെ ഇടയിൽ തലമുക്കി ശക്തമായി വരുന്നു. അതിനെ ദൈവത്തോടുകൂടി അഭിമുഖീകരിച്ച് അതിജീവിക്കുവാനുള്ള ആന്തരികവും ആത്മീയവുമായ ബലമാണ് നമ്മുടെ യുവാക്കന്മാർക്ക് ഉണ്ടാകേണ്ടത്. ലോകം എമ്പാടും മതതീവ്രവാദം, ഭീകരവാദം ശക്തമായി വരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ഇന്ത്യയിൽ പല ഭാഗങ്ങളിൽ നടന്നു. പക്ഷേ ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യത്ത് അങ്ങനെയുള്ളവരെ കൊല ചെയ്യുന്നത് ഒരു ദുരന്തത പോലെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത കാലത്ത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ട, കൊല ചെയ്യപ്പെട്ട അഭിജിത് റോയ് എന്ന് പറയുന്ന ഒരാളുടെ മകൾ ഈ എഴുത്തുകാരനായ പത്രപ്രവർത്തകനായ പിതാവിനെ കൊന്നു കഴിഞ്ഞതിന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, I will carry the lessons he taught me and the love he gave me to the end of my life. പ്രതിസന്ധികളുടെ, നശീകരണത്തിന്റെ, തിന്മകളുടെ, വിളയിച്ചവരുടെ ആശ്വാസമല്ലാത്ത, ഭൂഷണമല്ലാത്ത പ്രവർത്തനങ്ങൾ ഗോല്യാത്തന്മാർ ശക്തിപ്പെട്ടു വരികയും ഒരുപാട് അസ്വസ്ഥതകൾ, അരാജകത്വങ്ങൾ, അപകടങ്ങൾ, ജീവനങ്ങൾ നമ്മുടെ ഇടയിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ പറഞ്ഞതുപോലെ മാർത്തോമാരുടെ മക്കൾ, മലങ്കരയുടെ മക്കൾ, നാം ഈ സമൂഹത്തിൽ എഴുന്നേറ്റ് നിന്ന് ഉറക്കെ പ്രഖ്യാപിക്കേണ്ട ഒരു പ്രതിജ്ഞ, I will carry the lessons he taught me. അഹി എന്നുള്ളത് യെസ് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ ആഗ്രഹിക്കുന്നു. I will carry Christ Jesus my Lord, who taught me the lessons and the love he gave me to the end of my life. മനസ്സിലെ കുട്ടികളെ ഇത് പറയാനുള്ള ചങ്കൂറ്റം നമ്മിൽ ഉണ്ടാകുമോ? ഞാൻ നിർത്തുന്നു. ആമേൻ. മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാറ്റം വരുവാനുള്ള ആധുനിക ലോകത്തിൽ മൂല്യങ്ങളെ മുറുകെ പിടിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകിയ നല്ല വാക്കുകൾക്കായി നന്ദി. എൻജിഒസിനെക്കൊണ്ട് 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ 3 പുസ്തകങ്ങളെ സദസ്സിന് മുൻപിൽ പരിചയപ്പെടുത്തുവാൻ എൻജിഒസിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് പി വർഗീസ് സാറിനെ സാദരം ക്ഷണിക്കുന്നു.
പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ വലിയ കരുണയാൽ 3 ചെറിയ പുസ്തകങ്ങൾ, 3 മനോഹരമായ ചെറിയ പുസ്തകങ്ങൾ റിലീസ് ചെയ്യാൻ ഇന്ന് NGOs സാധിച്ചിരിക്കുകയാണ്. ഇതിൽ ആദ്യത്തെ പുസ്തകം ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛൻ എഴുതിയ പുസ്തകമാണ് ദി ലൂമിനസ് വേ സാക്രമെന്റൽ ലിവിംഗ് ഫോർ യങ് പീപ്പിൾ. വളരെ ചെറിയൊരു പുസ്തകമാണ്. കൂദാശ എന്ന് പറയുന്നത് സൺഡേ സ്കൂളുകളിൽ പഠിക്കുകയും കാണാപ്പെടുകയും പരീക്ഷ എഴുതുകയും ചെയ്യേണ്ടത് മാത്രമായ ഒരു കാര്യമല്ല. 7 കൂദാശകളെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തുക എന്നുള്ളത് മാത്രമല്ല കൂദാശയുടെ അർത്ഥം. ഇതിനകപ്പുറത്ത് അർത്ഥ ഫലമുണ്ട്. അതിനെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട KM ജോർജ് പുസ്തകം എഴുതിയിരിക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഭക്ഷണം കഴിക്കുക, കുളിക്കുക, നടക്കാൻ പോവുക, സ്നേഹിതരെ കാണുക, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ഒരു കൗതാശികമായ അനുഭവമായി മാറ്റാം എന്നാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ പുസ്തകത്തിൻ്റെ കാര്യം ആദ്യം പറഞ്ഞത്, നാളെ രാവിലത്തെ നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം, പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ പ്രോഗ്രാം ഈ പുസ്തകത്തെ കുറിച്ചുള്ള ഒരു മെഡിറ്റേഷനാണ്. an experience in sacramental living എന്നാണ് നാളെ നടത്തുന്ന ബൈബിൾ സ്റ്റഡിയുടെ പേര്. ഈ പുസ്തകം നിങ്ങൾക്ക് നല്ല ഫയലിനകത്ത് വെച്ചിട്ടുണ്ട്. ദയവായിട്ട് ഇന്ന് രാത്രി നാളെ രാവിലെ ഈ പുസ്തകം ഒന്ന് വായിച്ച ശേഷം വേണം നാളെ വരുവാൻ. കാര്യം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. ഇതൊന്ന് വായിക്കാതെ വന്നാൽ നാളത്തെ ബൈബിൾ സ്റ്റഡി നിങ്ങൾക്ക് എത്രമാത്രം പ്രയോജനപ്പെടുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. ദയവായിട്ട് ഇന്ന് വൈകുന്നേരം ഈ പുസ്തകം ഒന്ന് വായിക്കുക. ദി ലൂമിനസ് പാത്ത് സാക്രമെന്റൽ ലിവിംഗ് ഫോർ യങ് പീപ്പിൾ. വേറെ 2 ചെറിയ മനോഹരമായ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യൻ അച്ഛനാണ്. ഒന്ന് വിശുദ്ധ കുർബാനയെ കുറിച്ച് ഒരു ധ്യാന പഠനം, രണ്ടാമത്തേത് ജീസസ് ഇൻ ആൻഡ് ഓൺ പ്രയർ. അച്ഛൻ ഈ പുസ്തകത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സ്റ്റഡി ബുക്ക്ലെറ്റ് എന്ന് തന്നെയാണ്. ചെറിയ പുസ്തകങ്ങളാണ്, ബൈലിംഗ്വലാണ്, മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. വിശുദ്ധ കുർബാനയെ കുറിച്ച് അറിയേണ്ട എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇംഗ്ലീഷിലും മലയാളത്തിലും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ ജയകുലത്തിന്റെ പുസ്തകത്തിന്റെ പ്രത്യേകത ഓരോ സ്റ്റേറ്റ്മെന്റിന്റെയും ബിബ്ലിക്കൽ റെഫറൻസും ആ പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ 10 വായനയ്ക്ക് ശേഷം വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പഠനം നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള വലിയ സാധ്യത ഈ 2 പുസ്തകങ്ങളിലും കാണുന്നുണ്ട്. ഈ പുസ്തകം റിലീസിന് ശേഷം നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ്. ഈ 3 പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കാൻ സാധിച്ചതിൽ NGOs അതിയായ സന്തോഷമുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് സ്തുതിക്കുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ അർപ്പിച്ചു. Father Dr. KM George publikപ്പെടുന്ന The Luminous Way എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുവാൻ അഭിമന്യ കുറിലോസ് തിരുമേനിയെ ക്ഷണിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി സ്റ്റുഡന്റ് വൈസ് പ്രസിഡന്റ് ദിനേശ് കോവിലത്തെ സ്വാഗതം ചെയ്യുന്നു. മലയാള പഠനത്തിൽ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ മുൻ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജേക്കബ് കുര്യൻ അച്ഛന്റെ രചനയിൽ എഴുതിയ ജീസസ് ഇൻ ആൻഡ് ഓൺ എന്ന പുസ്തകം സ്വീകരിക്കുന്നതിനായി സ്റ്റുഡന്റ് വൈസ് പ്രസിഡന്റ് മെർലിൻ ഷാജയെ ക്ഷണിക്കുന്നു. ജേക്കബ്
My great God, I can be so. എന്റെ ദൈവത്താൽ എനിക്കുള്ള പങ്കുവയ്ക്കാം എന്ന 108ാമത്തെ ആനുവൽ കോൺഫറൻസിന്റെ ചിന്താവിഷയം അവതരിപ്പിക്കുവാൻ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി മുൻ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജേക്കബ് പുതിനെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിദ്യാർത്ഥി പ്രസ്ഥാനം അധ്യക്ഷൻ അഭിവന്യനായ ഗവർഗീസ് മാർ കൂറിലോസ് തിരുമേനി, സെക്രട്ടറി ബഹുമാനപ്പെട്ട ഫിലിം മാനുസച്ചൻ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ്സ്, സ്റ്റുഡന്റ് വൈസ് പ്രസിഡന്റ്സ്, അതിൻ്റെ മറ്റ് ഭാരവാഹികളായ സുഹൃത്തുക്കളെ, സീനിയർ ഫ്രണ്ട്സ് ആയിട്ടുള്ള സമീപരായിരിക്കുന്ന സമാരാധ്യരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, ഏറ്റവും പ്രിയപ്പെട്ട MGOCSM കോൺഫറൻസ് അംഗങ്ങളായി ഡെലിഗേറ്റ്സ് ആയിട്ട് എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, and especially our guests who have come from churches and nations outside ours, എല്ലാവരെയും ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ആദരപൂർവമായ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ഇടയിൽ ഒരു സുവർണ കാലഘട്ടത്തിലാണ് മിക്കപ്പോഴും MGOCSM ആനുവൽ കോൺഫറൻസ് നടക്കാറുള്ളത്. ഇക്കൊല്ലവും അങ്ങനെ തന്നെ. ക്രിസ്മസ് സിംബലൈസസ് ഗുഡ് മെമ്മറീസ്, നല്ല സ്മരണകളെ ക്രിസ്തുമസ് പ്രതിനിധാനം ചെയ്യുന്നു. നമുക്ക് വേണ്ടി നമ്മുടെ അടുക്കലേക്ക് എത്തിയവനായ ഒരു ദൈവത്തിൽ ആ വരവിന്റെ അനുസ്മരണം നമുക്ക് എപ്പോഴും ആനന്ദകരമാണ്. ഗുഡ് മെമ്മറീസ് ഓഫ് ദ നേറ്റിവിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഒരു പുതുവർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ we have also great expectations. മഹത്തായ പ്രതീക്ഷകൾ നമ്മുടെ മുന്നിൽ ഉണ്ട്. A meaningful life is a bridge uniting good memories and great expectations. അർത്ഥപൂർണമായ ഒരു ജീവിതം എന്ന് പറയുന്നത് നല്ല സ്മരണകളെയും നല്ല പ്രതീക്ഷകളെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. കോൺഫറൻസിന്റെ പ്രോഗ്രാം രേഖപ്പെടുത്തിയിട്ടുള്ള ചെറിയ കുറിപ്പ് പ്രിന്റ് ചെയ്യപ്പെട്ടത് നിങ്ങൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. ആ പ്രോഗ്രാം ഷീറ്റ്, അതിൽ കോട്ടയത്തെ വിശേഷിപ്പിക്കുന്നത് the land of letters, the land of lakes and latex, എല്ലാവർക്കും പൊതുവിൽ പരിചിതമായ വിശേഷണങ്ങളാണ്. കൂടാതെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കോട്ടയത്താണെന്നും MGOCSMത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കോട്ടയത്താണെന്നും അവർ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ കോൺഫറൻസ് വെന്യൂ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പുണ്യസ്വാമിയായ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ പാത്രീകരുടെ പാവന സ്മരണയിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ കോളേജിൽ പ്രാർത്ഥനയുടെ ഒന്നിച്ചുള്ള പ്രവർത്തനത്തിന്റെ നല്ല അനുഭവങ്ങളുള്ള ഈ ക്യാമ്പസിൽ നമുക്ക് വീണ്ടും സമ്മേളിക്കുവാനായി ഇടയായ ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രോഗ്രാം റോഷ്യയിൽ
അതുപോലെ തന്നെ ഇവിടെ അവതരിപ്പിച്ച പവർ പോയിന്റ് പ്രസന്റേഷൻസില് അഭിവൃദ്ധി ദേവിമാരുടെ ആമുഖ പ്രഭാഷണങ്ങളിൽ വളരെ വ്യക്തമായി നമ്മുടെ തീം, നമ്മുടെ ചിന്താ വിഷയം നമ്മുടെ മനസ്സിൽ ഉറക്കത്തക്ക രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. By my God I can face all. എന്റെ ദൈവത്താൽ ഞാൻ എല്ലാറ്റിനെയും നേരിടും. അതിന്റെ വേദപുസ്തകപരമായ അടിസ്ഥാനം നിങ്ങളുടെ ബ്രോഷറിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. 18-ാം സങ്കീർത്തനം നിർഭാഗ്യവശാൽ വാക്യം കൊടുത്തിരിക്കുന്നത് പ്രിന്റ് ചെയ്ത് വന്നപ്പോൾ ഒരു ചെറിയ പിശകുണ്ട്. അത് നിങ്ങൾ ദയവായിട്ട് കറക്റ്റ് ചെയ്യണം. 18-ാം സങ്കീർത്തനം 29-ാം വാക്യം എന്ന് കാണിക്കേണ്ടതിന് പകരം അത് 19 എന്നായി പോയിട്ടുണ്ട്. Psalm 18:29b സെക്കൻഡ് പാർട്ട്. അതും പൗലോസ്ലീഹായുടെ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യവും Psalm 18:29 and letter of Paul to Philippians chapter 4:13 ഫിലിപ്പിയൻസിന് എഴുതിയിരിക്കുന്ന ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. നമുക്കറിയാം, ദാവീദ് രാജാവിന്റെ ഒരു അനുഭവ പശ്ചാത്തലത്തിലാണ് സങ്കീർത്തന ഭാഗം നാം ഇവിടെ കാണുന്നത്. തനിക്കുണ്ടായിരുന്ന എല്ലാ എതിർപ്പുകളെയും തനിക്ക് മുന്നിലുണ്ടായിരുന്ന എല്ലാ പോരാട്ടങ്ങളെയും വിജയകരമായി പൂർത്തീകരിച്ച ഒരു പരാക്രമിയുടെ വിജയശ്രീലാളിതനായ ഒരു രാജാവിനെയാണ് 18-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. പടക്കൂട്ടവും മതിയും തനിക്ക് മുന്നിൽ ഇനിയും ചോദ്യചിഹ്നങ്ങളല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മഹാരാജാവ്. പടക്കൂട്ടങ്ങളുടെ നേരെ ഞാൻ എന്റെ ദൈവത്താൽ ചാടി ചെല്ലും, കടന്നു ചെല്ലും. എന്തെല്ലാം മതിലുകള് തടസ്സങ്ങള് എനിക്കെതിരെ ഉണ്ടായാലും ഞാൻ അതിനെ കയറി അതിനെ എല്ലാം അതിജീവിക്കും. ഇതാണ് ദാവീദിന്റെ പ്രഖ്യാപനം. ചുരുക്കം പറഞ്ഞാൽ ജീവിതത്തിൽ വിജയം നേടിയ ഒരാളുടെ സാക്ഷ്യമാണ് നമ്മളവിടെ കാണുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ അത്ര വലിയ വിജയം നേടിയവരുടെ കൂട്ടത്തിലായിരിക്കുകയില്ല. വിജയം ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും നമ്മുടെ മുൻപിൽ ഒത്തിരിയുണ്ട്. We have many challenges, difficulties and obstacles in the future that we see. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പൗലോസ്ലീഹായുടെ വാക്കുകൾക്ക് കൂടുതൽ പ്രസക്തിയുണ്ട്. പരിശുദ്ധനായ പൗലോസ്ലീഹ കാരാഗൃഹത്തിൽ ജയിലിൽ കിടക്കുമ്പോൾ എഴുതിയ ലേഖനങ്ങളാണ് എഫേസ്യ ലേഖനം, ഫിലിപ്പി ലേഖനം, ഫിലമോനയുടെ ലേഖനം, കൊലോസ്യ ലേഖനം. ഇതിൽ ഫിലിപ്പി ലേഖനത്തെ വിശേഷിപ്പിക്കുന്നത് ദി എപ്പിസോഡ് ഓഫ് ജോയ്, സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ലേഖനം എന്നാണ്. സ്വാഭാവികമായിട്ട് സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ സന്തോഷത്തിന് അവകാശമില്ല. കാരണം ജയിലിൽ കിടക്കുന്ന ഒരാള് ജയിൽ കൊള്ളി ഭക്ഷിക്കുവാനും തന്റെ കാര്യങ്ങൾ നേടുവാനുള്ള സാമ്പത്തികമായ ആ ഒരു പരിതസ്ഥിതി ഉണ്ടായെന്ന് പറയുവാൻ സാധ്യമല്ല. കാരണം ഫിലിപ്പിയ സഭ അദ്ദേഹത്തിന് പല പ്രാവശ്യം സഹായങ്ങൾ കൊടുത്തു. അത് സ്വീകരിച്ചുകൊണ്ട് അതിനുള്ള നന്ദിയോടെ എഴുതുന്ന ലേഖനമാണ് ഫിലിപ്പി ലേഖനം. എന്നാൽ പൗലോസ്ലീഹായുടെ മനസ്സിൽ തനിക്ക് ചുറ്റും പ്രതിസന്ധികളും ഒത്തിരി തടസ്സങ്ങളും തന്നെ പിടിച്ചു നിർത്തുന്ന മതിലുകളും ഉണ്ടായെങ്കിലും പൗലോസ്ലീഹ സന്തോഷവാനായിട്ട് പറയുകയാണ്,
ഫിലിപ്പിലേഖനം 4:13 ഇങ്ങനെയാണ്: I have the strength to face all conditions by the power that Christ gives me. ഈ രണ്ട് വാക്യങ്ങളിൽ ഒന്ന് പഴയ നിയമത്തിൽ നിന്നുള്ളത്, മറ്റൊരു പുതിയ നിയമത്തിൽ നിന്നുള്ളത്. രണ്ടിടത്ത് ഉപയോഗിക്കപ്പെടുന്ന രണ്ട് പദങ്ങളുണ്ട്: സ്ട്രെങ്ത് ആൻഡ് പവർ. ഉള്ളിലുണ്ടാകുന്ന ഒരു ശക്തി, പുറത്തുനിന്ന് തന്നെ താങ്ങി പിടിക്കുന്ന, തനിക്ക് വേണ്ടതായ പ്രവർത്തിക്കുവാനുള്ള ഊർജം പകരുന്ന ഒരു പവർ. ഇത് ആരാണ് എന്ന് ദാവീദും പൗലോസ്ലീഹായും ഒരുപോലെ പറയുന്നു: none other than God. ദൈവം. അതുകൊണ്ട് ദൈവം എന്റെ മുമ്പിലുള്ള തടസ്സങ്ങൾക്ക്, ദൈവം എനിക്ക് പ്രതിബന്ധമായി നിൽക്കുന്ന മതിലുകൾക്ക്, ദൈവം എനിക്ക് നേരെ ആർത്തിറങ്ങുന്ന പടക്കൂട്ടങ്ങൾക്ക് എനിക്ക് അവയെ അതിജീവിക്കുവാനുള്ള ശക്തി തരുന്നു എന്നുള്ള ആത്മവിശ്വാസം, ഒരു വലിയ പ്രഖ്യാപനം. അതാണ് നമ്മുടെ ഈ വർഷത്തെ ചിന്താവിഷയം. അഭിനന്ദ ദേവിമാര് അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മളൊരു ക്യാമ്പസിൽ ഒരു കലാലയത്തിന്റെ അന്തരീക്ഷത്തിലാണ് വന്നിരിക്കുന്നത്. കലാലയ ജീവിതം യുവജനങ്ങളുടെ വിചാര വികാരങ്ങളുടെ ഒരു കേളി രംഗമാണെന്ന് നമുക്കറിയാം. പണ്ടത്തെ ക്യാമ്പസുകളിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമാണ് ഇന്നത്തെ ക്യാമ്പസുകൾ. അതിന് നല്ല വശങ്ങളും നമുക്ക് നിരൂപണം നടത്തുവാൻ സാധിക്കുന്ന ദൂഷ്യവശങ്ങളും ഉണ്ടാവാം. എന്നാൽ ക്യാമ്പസുകളുടെ ഭംഗി എന്ന് പറയുന്നത് അകലങ്ങൾ സൂക്ഷിച്ച് ഈണങ്ങൾ വീട്ടുന്ന തന്ത്രികളുടെ ഒരു വീണ ഇവിടെ മനോഹാരിതയാണ്. ഒരു വീണ അകലങ്ങളുള്ള തന്ത്രികൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വാദ്യോപകരണമാണ്. അതിൽ നിന്ന് മനോഹരമായ സംഗീതം പുറപ്പെടണമെങ്കിൽ ആ തന്ത്രികൾ അതിന്റെ അകലങ്ങൾ സൂക്ഷിച്ചേ മതിയാവും. ഇന്ന് പക്ഷേ ക്യാമ്പസുകളിൽ അകലങ്ങൾ സൂക്ഷിക്കാതെയുള്ള തന്ത്രികളുടെ പരസ്പരം കെട്ടുപിണയുന്ന, പൊട്ടിപ്പോകുന്ന, ഒന്ന് മറ്റൊന്നിനെ കെട്ടിപ്പിടിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സംസ്കാരം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അത് ഇന്നത്തെ ഭാഷ ഫ്രണ്ട്ഷിപ്പ്, ഫ്രീഡം എന്നൊക്കെയാണ്. എന്നാൽ അങ്ങനെയുള്ളിടത്ത് ക്യാമ്പസുകളിൽ നിന്ന് ഉയരേണ്ടതായ ആ ഒരു സൗന്ദര്യ സംഗീതം നൽകുവാനായിട്ട് കഴിയാതെ പോകുന്നു. ഇത് തിരിച്ചറിയുന്ന ക്യാമ്പസുകളിൽ അതിനുള്ള ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ: I have a great need for God. I have a great God for my needs, and I have a Christ as the available God for me. I have a great church for my testimony to this world. ഈ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് ഇതിന്റെ ചില വശങ്ങൾ സാക്രമെന്റൽ ലൈഫിലൂടെയാവാം, നമ്മുടെ അനുദിന ജീവിത പ്രശ്നങ്ങളിൽ കൂടെയാവാം, നമ്മുടെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളിൽ കൂടെയാവാം, നമ്മുടെ ദേശീയ പ്രശ്നങ്ങളിൽ കൂടെയാകാം, പരിസ്ഥിതി സംബന്ധമായ പ്രശ്നങ്ങളിൽ കൂടെയാവാം, നമുക്ക് ചർച്ചകളിൽ കൂടി, പരസ്പരമുള്ള ആശയവിനിമയത്തിൽ കൂടി ഈ ഒരു വലിയ സത്യത്തിലേക്ക് നാം വരേണ്ടിയിരിക്കുന്നത്. 2016 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ക്യാമ്പസ് ജീവിതത്തിൽ ഒത്തിരി കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ വർഷമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. 2014 ഒരു ദളിത് വിദ്യാർത്ഥി രോഹിത് വെമുല ആത്മഹത്യ ചെയ്തത്. ഇന്നും നിലനിൽക്കുന്ന
വ്യവസ്ഥയുടെ കെട്ടുകൾ ഇതിന്റെ രക്തസാക്ഷിയായിട്ട്, വിദ്യാർത്ഥി രക്തസാക്ഷിയായിട്ട് രോഹൻ വെങ്ങൂല നമ്മുടെയൊക്കെ ഓർമ്മയിൽ നിൽക്കുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് വേണ്ടിയും അതുപോലെ പീഡനങ്ങളും ക്ലേശങ്ങളും അവഗണനകളും അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു വിദ്യാർത്ഥി നേതാവിനെയും നമ്മൾ കണ്ടു. കനീയ കുമാറിനെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റായ കനയ്യ കുമാർ 2016 മാർച്ച് 3-ാം തീയതി അദ്ദേഹത്തെ ജയിലിൽ നിന്ന് വിട്ടപ്പോൾ 66 മിനിറ്റ് ദീർഘിച്ച ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ഇന്നത്തെ യുവത, ഇന്നത്തെ ക്യാമ്പസുകളിലെ രോഷം, ഇന്നത്തെ ഭാരതത്തിന്റെ അവസ്ഥയോടുള്ളതായ ഒരു പ്രതികരണം നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. അദ്ദേഹം വളരെ സ്വതന്ത്രമായിട്ട്, വളരെ സ്വാഭാവികമായിട്ട് പറഞ്ഞ ഒരു വാക്യമുണ്ട്. ഇന്ത്യ നീഡ്സ് ഫ്രീഡം ഫ്രം, നോട്ട് ഫ്രം ഇന്ത്യ ബട്ട് ഇൻ ഇന്ത്യ. ആ വാചകപ്രയോഗം ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യക്കുള്ളിൽ തന്നെ സ്വാതന്ത്ര്യം വേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യക്കാരായ ഒരു വ്യക്തിയും ആഗ്രഹിച്ചുകൂടാ. അങ്ങനെ ഉള്ള ഒരു പ്രഖ്യാപനത്തിന് പിന്നിൽ ഇവിടെ ഇന്നും ജനസമൂഹങ്ങൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾ അനുഭവിക്കുന്ന പിരിമുറുക്കങ്ങൾ ഒത്തിരി ഉണ്ട് എന്ന് ഒരു സൂചന നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ള പിരിമുറുക്കങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയായിരുന്നു നമ്മളിപ്പോൾ കണ്ടതായ പ്രേമം എന്ന സിനിമ. കാലത്തൊഴുത്ത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യുവാനായിട്ട് ആരെയും കൂടാതെ ഇറങ്ങി പുറപ്പെടുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തെ കണ്ടപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ ക്യാമ്പസുകളിൽ കറുത്ത വസ്ത്രത്തിന് ഒത്തിരി മാർക്കറ്റിംഗ് നടന്നു. അതിന്റെ പിന്നിൽ ഒരു വലിയ വികാരത്തിന്റെ വിക്ഷോഭം ഉണ്ടായിരുന്നു, യാതൊരു സംശയവുമില്ല. എന്തൊക്കെയോ ഇളകി മറിയുന്നു, എന്തൊക്കെയോ തങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്തതായി തങ്ങളുടെ ഉള്ളിൽ അടിച്ചമർത്തപ്പെടുന്നു. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഭാവിയെ കുറിച്ചുള്ള ആശങ്കകളും ആത്മീയമായ ആശകളും തൊഴിൽ മേഖലയുടെ സങ്കീർണതയും ജീവിതശൈലിയുടെ മാറ്റങ്ങളും ഒക്കെ ഉള്ളതായ ഒരു കാലഘട്ടത്തിൽ ഇന്നും കുടുംബങ്ങൾ എന്താണ് പ്രശ്നങ്ങളായിട്ട് കാണുന്നതെന്ന് കഴിഞ്ഞ തലമുറകളുടെ പ്രശ്നമല്ല ഇന്നത്തെ പ്രശ്നമെന്ന് കാണിക്കുന്ന ഒരു സിനിമ കൂടെ നിങ്ങൾ ഈ അച്ഛൻ എന്ന സിനിമ മാത്രമേ പറയുന്നുള്ളൂ. ഒരു മുത്തശ്ശി കഥ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ചില ഭാഗങ്ങളുണ്ട്. അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം പറയുന്നു, പട്ടിണിയും തൊഴിലില്ലായ്മയും പീഡനവും ഒന്നുമല്ല ഇന്നത്തെ പ്രശ്നം. ഇന്നത്തെ പ്രശ്നം വീടുകളിലെ വയ്യമ്മച്ചിമാർ, മുതിർന്ന തലമുറയാണ്. ഈ മുതിർന്ന തലമുറ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ അവരുടെ ആരോഗ്യമുള്ള, സാധ്യതകളുള്ള, റിട്ടയർമെന്റും എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ കഴിയുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധികളാണ്. എന്നാൽ യുവജനങ്ങൾ അവരുടേതായ ഭാവി നേടിക്കൊണ്ട് അവരുടേതായ ജീവിതം കഴിപ്പിക്കുവാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുമുണ്ട്. ഇവിടെ ഈ രണ്ട് താല്പര്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ ഒത്തിരി ഉള്ളതായ ഒരു കാലഘട്ടത്തിൽ I have many obstacles. എനിക്ക് ഒത്തിരി മതിലുകളുണ്ട്. ഈ മതിലുകളെ പുറത്തുള്ള പ്രശ്നങ്ങളും അകത്തുള്ള പ്രശ്നങ്ങളും വളരെ മനോഹരമായി ചിത്രീകരിച്ച ഒരു ചിത്രത്തിന്റെ ഒരു ട്രെയിലറിന്റെ ഒരു ഭാഗം ഒന്ന് കാണുവാനായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, തിരുവനന്തപുരത്ത് ഈ അടുത്ത കാലത്ത് നടന്ന ഇന്റർനാഷണൽ ഫീച്ചർ ഫിലിം ഫെസ്റ്റിവലില് 1ാം സ്ഥാനം നേടിയ, അവാർഡ് നേടിയ ക്ലാഷ് എന്ന് പറയുന്ന ആ ഒരു ഫിലിമിന്റെ ഒരു ഭാഗം, ഞാൻ അധികം ഡീറ്റെയിൽസ് ഒന്നും കടക്കുന്നില്ല, ദയവായി മുഹമ്മദ് ദിയാമിന്റെ ആ ഒരു ചിത്രത്തിൽ
പട്ടാള വാഹനത്തിനകത്ത് അടച്ചിടപ്പെട്ട ഏതാനും ആളുകളുടെ സംഘർഷം നിറഞ്ഞതായ നിമിഷങ്ങളെയാണ് ചിത്രീകരിച്ചു കണ്ടത്. പുറത്ത് പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെയ്യും എന്നാണ് ദാവീദ് പറയുന്നത്. പക്ഷേ ഈ പട്ടാള വാഹനത്തിനുള്ളിൽ മതിലുകളാണ്. വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ നിന്ന് എന്തുകൊണ്ടോ അകത്താക്കപ്പെട്ട ഒരു പറ്റം ആളുകൾ, അക്കൂട്ടത്തില് മുസ്ലിം ബ്രദർഹുഡിന്റെ പ്രതിനിധികളുണ്ട്, മിലിറ്ററിക്കാരോട് ആത്മഹത്യമുള്ളവരായ ആളുകളുടെ പ്രതിനിധികളുണ്ട്, ഒരു പത്രപ്രവർത്തകനുണ്ട്, ഒരു ക്യാമറാമാനുണ്ട്, ഒരു കൊച്ചുകുട്ടിയുണ്ട്. ഇതെല്ലാം നിറഞ്ഞതായ ഒരു സമൂഹം. ഇന്നത്തെ ലോകത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്ന, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്ന ജേർണലിസ്റ്റും ക്യാമറാമാനും നിരപരാധികളായിട്ട് വേദന അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളും സ്ത്രീകളും തങ്ങളുടെ ആശയപരമായ നിലനിൽപ്പിനും അതിന്റെ ആവിഷ്കാരത്തിനും വേണ്ടി നിലനിൽക്കുന്ന ആളുകളും മതത്തിന്റെ പേരിൽ കൊല്ലുവാനും കൊല നടത്തുവാനും ഉള്ളതായ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്ന ആളുകളും അത് ദൈവം കൽപ്പിച്ചതാണെന്ന് പറയുന്നവരായ ആളുകളും എല്ലാം നിറഞ്ഞതായ ഒരു സമൂഹത്തിന്റെ ക്ലാഷ് എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ ഇന്നത്തെ യുവജനങ്ങൾക്ക് എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പറഞ്ഞു ചെല്ലും, ഞാൻ ഈ മതിലുകളെ ചാടി കയറും എന്ന് പറയുവാൻ സാധിക്കുന്ന ഒരു ആത്മവിശ്വാസത്തിലേക്ക് വരുവാൻ സാധിക്കുമോ എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ അടുത്ത കാലത്ത് മാൻഫോള് എന്ന് പറയുന്ന പേരില് വിധു വിൻസെന്റ് സംവിധായകയായി ഒരു സ്ത്രീ ഏതാണ്ട് ഒത്തിരി പുതുമയോടുകൂടി സംവിധാനം ചെയ്ത ഒരു ചിത്രത്തിന്റെ ഒരു ഭാഗം കൂടെ നമുക്ക് കാണാം. വിധു വിൻസെന്റ് ഇന്നും തോൽപ്പിപ്പണിക്കാരെ നമ്മുടെ നാട്ടിലുണ്ട് എന്നും അവരുടെ ജീവിതത്തിന്റെ ചില വശങ്ങൾ സാധാരണക്കാരന്റെ വേദനയുള്ള പ്രതീകമാണെന്ന് കാണിച്ചുകൊണ്ട് ഇന്ത്യ വികസിച്ചു വരുന്നു. ദ ഗ്രേറ്റ് ഇന്ത്യ, ദ മെയ്ക്ക് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് വികസനത്തിന്റെ ഒരു വലിയ വശമുണ്ടായെങ്കിലും മറുവശത്ത് നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ ഇതുപോലെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ പെട്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എന്ന് കാണിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉരുത്തിരിയേണ്ടതായ ഒരു കാര്യമുണ്ട്. എല്ലാം എല്ലായിടത്തും ശരിയായിട്ടില്ല. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് വോട്ട് കഴിച്ചാലും എല്ലാം എല്ലായിടത്തും ശരിയല്ല എങ്കിൽ എനിക്ക് അതിനെ നേരിടുവാനായിട്ട് ഒരു ദൈവമുണ്ട് എന്ന് പറയുവാൻ ഇവിടെയുള്ള യുവജനങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മറ്റൊരു ചിത്രത്തിലേക്ക് നമുക്ക് കടന്നില്ല. 1990 ഇന്ത്യൻ ഫീച്ചർ ഫിലിം മേഖലയിൽ സമ്മാനം നേടിയതായ അടൂർ ഗോപാലകൃഷ്ണന്റെ മതിലുകൾ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഭാഗം.
ഞാൻ തടവ് ശരിപ്പെടുത്താം. ഞാൻ ഈ മടങ്ങി തറവുന്നുണ്ട്, ചുംബിക്കുന്നുണ്ട്. ഞാൻ മതിലിൽ നെറ്റ് അമർത്തി അമർത്തി ചുംബിക്കുന്നുണ്ട്. വൈക്കം അവിടെ എത്ര സ്ത്രീകളുണ്ട്? ഞാൻ മാത്രമേ ഉള്ളൂ. എത്രയുണ്ട്? കുറേ ഉണ്ട്. എല്ലാം വളരെ ഇഴയണം. എത്ര? 87. സുന്ദരികൾ എത്ര? കേരള ഒരു സുന്ദരിയും. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥാപരമായ നോവലിനെ ആസ്പദമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്കുള്ളിൽ ഒരു വലിയ യാഥാർത്ഥ്യം കാണിക്കുകയാണ്. ജീവിതത്തെയും മതിലുകൾക്കുള്ളിൽ കഴിയുന്ന പലരും ഉണ്ട്. പരസ്പരം മുഖം കാണാനായിട്ട് പറ്റുന്നില്ല, പക്ഷേ അനുഭവങ്ങൾ ഒരുപോലെയാണ്. പല മതിലുകൾക്കുള്ളിൽ ഞെരിഞ്ഞമർത്തപ്പെടുന്നതായ ജീവിതങ്ങൾ, പക്ഷേ അവരുടെ ആശയങ്ങളിലും അഭിലാഷങ്ങളിലും ഐക്യമുണ്ട്. ബഷീറും നാരായണനും തമ്മിലുള്ള സംഭാഷണം അത് മമ്മൂട്ടിയും KPS രണ്ടിയുമായിട്ട് ഇവിടെ രേഖപ്പെടുത്തി ചിത്രീകരിച്ചിരിക്കുന്നു. അവിടെ നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ യുവജനങ്ങളുടെ ഇടയിൽ അവർക്ക് പരസ്പരം ഐക്യം കാണുവാനായിട്ടും അവർക്ക് സംഘടിക്കുവാനും കഴിയാതെ വരുന്നതായ സാഹചര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ദേശീയ ജീവിതത്തിലുണ്ടാകാം സാമൂഹ്യ മതപരമായ സഭാപരമായ യാഥാർത്ഥ്യങ്ങളിലാകാം. ഇതിനിടയിൽ ആശയപരമായിട്ട് അവരെ യോജിപ്പിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട് ഈ മതിലുകൾക്കപ്പുറത്ത്. അങ്ങനെയാണെങ്കിൽ ഈ മതിലുകൾക്കപ്പുറത്തുള്ള ആശയങ്ങളിൽ ഒന്നിച്ചു നിൽക്കുവാൻ മതത്തിന്റെ വേദികൾക്കപ്പുറമായിട്ട് സഭയുടെ വേദികൾക്കപ്പുറമായിട്ട് നമുക്ക് സാധിക്കുമോ എന്നൊരു ചോദ്യത്തിന് എന്റെ ദൈവത്താൽ എനിക്കതിന് സാധിക്കും എന്ന് പറയുവാൻ കഴിയുന്ന ഒരു ആത്മവിശ്വാസം നമ്മുടെ ചിന്തയുടെ ഇന്നത്തെ ആവശ്യമാണ്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല, പക്ഷേ ഒരു ദൈവം എനിക്കുണ്ട് എന്നും എന്റെ ചുറ്റുപാടുള്ള യാഥാർത്ഥ്യങ്ങൾ ആ ദൈവത്തിന് വേണ്ടിയുള്ള എന്റെ അന്വേഷണത്തിന്റെയും എന്റെ ദാഹത്തിന്റെയും ഭാഗമാണെന്നും തിരിച്ചറിയുവാൻ കഴിയാത്തത്തോളം കാലം നാം ഇവിടെ ക്ലാഷിൽ പെട്ടെന്ന് കിടക്കും. നാം ഇവിടെ പ്രേമത്തിന്റെ പിടിയിൽ പെട്ടെന്ന് കിടക്കും. എന്നാൽ ഇതിനപ്പുറമായിട്ട് എന്റെ ദൈവം ഇതിനെ അഭിമുഖീകരിക്കുവാനായിട്ട് എനിക്കുണ്ട് എന്ന് പറയുവാൻ തക്കവണ്ണം I have a Bible, I have the word of God, I have Jesus Christ, I have God, I have a church, I have a family, I have a nation, I have a universe in which we live peacefully. I have an ecosystem which was created by God for our welfare. ഇത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുവാൻ തക്കവണ്ണം മതിലുകൾക്കപ്പുറത്തേക്കൊന്നും വളരുവാൻ നമുക്ക് സാധിക്കട്ടെ. സഭയുടെ നിയമങ്ങളും ആചരണങ്ങളും ഒക്കെ നമുക്ക് ഈ ഉൾക്കാഴ്ച നൽകുവാൻ വേണ്ടിയാണ്, അല്ലാതെ മതിലുകൾക്കുള്ളിൽ തളച്ചിടുവാൻ വേണ്ടി അല്ല എന്ന് തിരിച്ചറിയുവാനും അതൊന്നിച്ച് പ്രഖ്യാപിക്കുവാനും മതങ്ങളായിട്ട് നിലനിൽക്കുന്നതിന്റെ പിന്നിൽ ദൈവം ഒരുവനെയുള്ളൂ. ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. ഒന്നേയുള്ളൂ സത്യം, അതിനെ പലതായിട്ട് വിജ്ഞന്മാർ
കഴിയുന്ന ഓർമ്മകൾ നമ്മുടെ NGOsന്റെ കോൺഫറൻസുകളിൽ ഉണ്ടായിട്ടുണ്ട്. സ്റ്റുഡൻസ് കോൺഫറൻസുകളായിട്ട് ആരംഭിച്ചെടുത്ത് ഒന്നിച്ചേശുവിനെ സ്നേഹിച്ചറിഞ്ഞതിന്റെ നിമിഷങ്ങൾ അടുത്ത തലമുറയെ പിൻപറ്റിയതിന്റെ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ പിൻഗാമികളാണ് നമ്മുടെ സീനിയർ ഫ്രണ്ട്സ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. അവരിൽ നിന്ന് നമുക്ക് പ്രാപിക്കുവാനായിട്ട് ഒരു അനുഭവമുണ്ട്. എ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ്. I have a God for my need. ആ കർത്താവിനെ അറിയുവാൻ, ആ കർത്താവിനെ സാക്ഷിക്കുവാൻ എനിക്കൊരു സഭയുണ്ട്. I have a church. ലോകത്തിൽ നിന്നുള്ള സഭകളിൽ സൈനികമായ പാരമ്പര്യമുള്ളതും 21 നൂറ്റാണ്ടിന്റെ ദീർഘമായ ചരിത്രമുള്ളതുമായ അധികം സഭകളില്ല. അതിലൊന്നാണ് നമ്മുടെ സഭ. ലോകത്തിൽ നിന്നുള്ള സഭകളിൽ യേശുതമ്പുരാൻ പറഞ്ഞതായ ഭാഷയും സ്വന്തം പൈതൃകമായിട്ട് രക്തത്തിലും ഭാഷയും സൂക്ഷിക്കുന്ന അധികം സഭകളില്ല. അതിലൊന്നാണ് നമ്മുടെ സഭ, മലങ്കര ഓർത്തഡോക്സ് സഭ. ലോകത്തിൽ മറ്റു പലയിടങ്ങളിലും ക്രിസ്ത്യാനികൾക്ക് അക്രൈസ്തവ പീഡനങ്ങൾ ഉണ്ടായപ്പോൾ ഈ മണ്ണിൽ, ഈ ഭാരതത്തിൽ നമ്മുടെ പിതാക്കന്മാർക്ക് കാര്യമായ പീഡനങ്ങളൊന്നും ഉണ്ടാകാതെ നമ്മുടെ മതസൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷത്തിൽ സ്വീകരിക്കുകയും കരുതുകയും ചെയ്ത ഒരു വലിയ സംസ്കാരം നമുക്കുണ്ട്. അത് നമുക്ക് അഭിമാനിക്കുവാൻ കഴിയും. ആ സംസ്കാരത്തോട് അനുരൂപമായ ഒരു തദ്ദേശീകൃതമായ സഭ നമ്മുടെ സഭയാണ്. അങ്ങനെ തദ്ദേശവൽക്കരിക്കപ്പെട്ട തദ്ദേശീയമായിരിക്കുന്ന ഒരു സഭാപൈതൃകം ലോകത്തിൽ മറ്റൊന്നില്ല. അതാണ് നമ്മുടെ സഭ. ഇങ്ങനെ ഒത്തിരി ഒത്തിരി നന്മകളുള്ള, എല്ലാത്തിനും ഉപരിയായി ആളുകളെ നമ്പർ വെച്ചുകൊണ്ട് തേടിയെടുക്കുന്നതിന് പകരം തങ്ങളുടെ സമൂഹത്തിലുള്ള നിലനിൽപ്പ് കൊണ്ട്, സാക്ഷ്യപ്രവർത്തനം കൊണ്ട് മറ്റുള്ളവരിൽ ക്രിസ്ത്യൻസ് വിശ്വസിക്കുവാൻ കൊള്ളാവുന്നവരാണെന്ന് നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച് അവരെ കണ്ടവരായ മറ്റാളികൾ പറഞ്ഞതായ ഒരു സംസ്കാരത്തിന്റെ പിൻതലമുറയാണ് നമ്മൾ ഓർത്തുകൊണ്ട് ഭാരതത്തിൽ നിലനിൽക്കുന്നതായ വൈവിധ്യങ്ങളുടെ ഇടയിൽ നമുക്ക് നമ്മുടേതായ ഒരു സാക്ഷ്യമുണ്ടായിരിക്കണം എന്നുള്ള നല്ല ബോധത്തോടുകൂടി ജീവിക്കുവാൻ നമുക്ക് പക്ഷേ ആ സാക്ഷ്യം എങ്ങനെയാണ്, ഇന്നത്തെ കാലത്തിൽ എങ്ങനെയാണ് ഇത് നമുക്ക് ചിന്തിക്കുവാനായിട്ടുണ്ട്. നമുക്ക് സുവിശേഷ പ്രവർത്തനത്തിന്റെ ആവശ്യമുണ്ട്, സന്യാസ ജീവിതത്തിന്റെ ആവശ്യമുണ്ട്, നല്ല കുടുംബ ജീവിത സാക്ഷ്യത്തിന്റെ ആവശ്യമുണ്ട്, നല്ല ക്യാമ്പസുകളിലെ ജീവിതത്തിന്റെ നല്ല മാതൃകകൾ ആവശ്യമുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ക്യാമ്പസിലെ MTOS പ്രവർത്തനത്തെ കുറിച്ച് കേൾക്കുവാനായിട്ടിടയായി. അവര് എല്ലാ ആഴ്ചയിലും കൂടുമ്പോൾ ആ MTOSന്റെ അംഗങ്ങളിൽ ഒരാൾ വായിച്ച ഒരു പുസ്തകത്തിന്റെ സമ്മതിവായി അതിൽ തങ്ങളെ ആ ആഴ്ച മുഴുവൻ സ്പർശിച്ച ന്യൂസ് ഐറ്റംസ് കൊണ്ടുവരും. അവര് തങ്ങൾക്ക് ചിന്തിക്കുവാനും സംസാരിക്കുവാനും ചർച്ച ചെയ്യുവാനും ആവശ്യമായിരിക്കുന്ന വിഷയങ്ങൾ ഈ കുട്ടികൾ തന്നെ അടിവരയിട്ട് കൊണ്ടുവരും. വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചതും സഭാപൈതൃകത്തിൽ നിന്ന് അവർക്ക് സ്വന്തമായിട്ട് ലഭിച്ചതുമായ പല കാര്യങ്ങളെ സ്വന്തം ഭാഷയിൽ അവതരിപ്പിക്കുവാനുള്ള അവസരം ഉണ്ടാകും. അത് ഈ ദൈവം ഈ ക്യാമ്പസിൽ എനിക്കുണ്ട് എന്ന് പറയുന്ന യുവതയുടെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രതീകമായിട്ട് ഞാൻ കാണുന്നു. ആ പരീക്ഷണങ്ങൾ നടക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞത് മറ്റെങ്ങുമല്ല, മറ്റൊരിടത്തൊക്കെ ഉണ്ടാവാം, എങ്കിലും ബസേലിയസ് കോളേജിൽ ഉണ്ട് എന്ന് കേൾക്കുവാൻ എനിക്കിടയായി. അതിനെക്കുറിച്ചൊന്ന് കേൾക്കുവാനും പങ്കുവയ്ക്കുവാനും എനിക്കൊരു ദൈവമുണ്ട്. എന്റെ സ്വന്തം ജീവിതത്തിൽ എനിക്കൊരു കർത്താവുണ്ട്. എനിക്ക് എന്തും കടന്നു ചെല്ലുവാനും എന്റെ കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനും എനിക്കൊരു സഭയുണ്ട്. അഭിമാനിക്കുവാനും എന്റെ പ്രവർത്തനങ്ങൾ, സാക്ഷ്യ പ്രവർത്തനം തുടരുവാനും എനിക്ക് ഒരു വേദപുസ്തകമുണ്ട്. എന്റെ വേദപുസ്തകത്തിന്റെ കോണുകൾ മുറിഞ്ഞുപോയി. അതിലെനിക്ക് ദുഃഖമില്ല, കാരണം കുറച്ചൊക്കെ ഉപയോഗിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നു. കുറച്ച് കീറിയ വേദപുസ്തകം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളോട് സംസാരിക്കുന്നു.
108ാമത് ആനുവൽ കോൺഫറൻസിന്റെ ജനറൽ കൺവീനർ ബസേലിയസ് കലാലയത്തിന്റെ പ്രസിഡന്റ് പ്രൊഫസർ അലക്സാണ്ടർ വി ജോസ് സാറിനെ ഈ സമ്മേളനത്തിൽ നേതൃത്വം അർപ്പിക്കുവാൻ സ്വാഗതം ചെയ്യുന്നു. അഭിനന്ദന ഗീവർഗീസ് മാർ പൗലോസ് തിരുമേനി, ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് കുര്യനച്ചൻ, ബഹുമാനപ്പെട്ട ഫിലനച്ചൻ, അഡ്യൂസിയസം വൈസ് പ്രസിഡന്റ് ദിനേശ് തോമസ്, മെർവിൻ മൈച്ചൽ ഷാജി, സ്റ്റുഡന്റ് സെക്രട്ടറി വർഗീസ് സാം, ഡൽഹി മൈച്ചൽ മറിയം, ബഹുമാനപ്പെട്ട വൈദികരെ, വിശിഷ്ട അതിഥികളെ, സിസ്റ്റേഴ്സ്, പ്രിയ വിദ്യാർത്ഥിനികളെ, 47 വർഷത്തിന് ശേഷം ബസേലിയസ് കോളേജിൽ വെച്ച് MGOCSന്റെ ആനുവൽ കോൺഫറൻസ് നടത്തുവാൻ തക്കവണ്ണം അവസരമൊരുക്കുന്ന ജഗദീശന് മുന്നമേ നന്ദി പറയുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം അനേകം ആധ്യാത്മിക പ്രസ്ഥാനങ്ങളും സൺഡേ സ്കൂൾ, യുവജന പ്രസ്ഥാനം, മർത്തമറിയ സമാജം, ഇത്തരത്തിലുള്ള അനേകം ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഒരു പരിശുദ്ധ പിതാവിന്റെ ഓർമ്മയെ നിലനിർത്തത്തക്കവണ്ണമുള്ള ഒരു പ്രസ്ഥാനം ഒന്നേ ഉള്ളൂ. അത് MGOCS-ആണ്. MGOCS-ന്റെ ഹയർ സെക്കൻഡറി തലത്തിലും കോളേജിന്റെ തലത്തിലുമുള്ള വിദ്യാർത്ഥികളുടെ ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ മുൻപിലുള്ളത്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ വെച്ച് ഏതാനും ചില ചെറുപ്പക്കാർ രൂപം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് MGOCS. പരിശുദ്ധ പരമതിയുടെ നാമത്തിലുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഇതിലെ അംഗങ്ങൾക്ക് വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കേണ്ട ഒരു വേദിയാണ്. ബസേലിയസ് കോളേജിലെ പ്രസ്ഥാനത്തിന്റെ ആനുവൽ കോൺഫറൻസ് നടത്തുമ്പോൾ ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇത് കോളേജിന്റെ ഒരു അന്തരീക്ഷമാണ്. ഇവിടെ കോൺഫറൻസ് നടത്തുമ്പോൾ ഇതിലെ അംഗങ്ങൾക്ക് യാതൊരു കാരണവശാലും ഈ കോൺഫറൻസ് ഹാളിൽ അല്ലാതെ ഈ ക്യാമ്പസിന്റെ പരിസരത്ത് അല്ലെങ്കിൽ നടക്കാനുള്ള അവസരമില്ല. കോളേജിലുള്ള അച്ചടക്കം 100% നിങ്ങൾ പാലിച്ചിരിക്കണം. ഓഫീസ് സംബന്ധമായ പല കാര്യങ്ങളിലും പല വ്യക്തികളും ഓഫീസിൽ വരും. എന്നാൽ MGOCS കോൺഫറൻസിൽ എത്തിയിരിക്കുന്ന അംഗങ്ങൾ അതിൻ്റെതായ ചിട്ടയും നിഷ്ഠയും